ന്യൂ ജനറേഷൻ സ്റ്റേജേ കയറി ഇപ്പോൾ തന്നെ ആത്മാവ് ശക്തിയോടെ യവൻ പറയുമ്പോൾ ഇറങ്ങാനും കയറാനും യവൻ്റെ വേലക്കാരനല്ല പരിശുദ്ധാത്മാവ്. മനസ്സിലായോ? ഇതിനൊന്നും കൈയടിക്കരുത്. തലമൂത്ത ദൈവാസന്മാർ ഇതൊക്കെ കൈയടിക്കുന്ന കാണുമ്പോഴാണ് സങ്കടം. പഠിക്കാൻ വിടേണ്ട സമയത്ത് പിള്ളേരെ പഠിക്കാൻ വിട്ടേക്കണം. പിള്ളേരെ സ്റ്റേജെ കയറ്റി വിമുക്ക് കളിക്കുന്നതല്ല ശുശ്രൂഷ. പിന്നെ ആനകളൊക്കെ പോയത്. ഇപ്പോൾ കുറേ അമ്മമാരും ഇറങ്ങിയിട്ടുണ്ട്. ബൈബിൾ എടുത്ത് കൊച്ചിൻ്റെ കൈ കൊടുത്തേച്ച് മൊബൈലും പിടിച്ചുകൊണ്ട് നിൽക്കുക, കൊച്ചിനെ വൈറലാക്കാൻ. പറമോളെ നിനക്ക് കുഞ്ഞു കളിക്കാനുള്ളതല്ല ഈ പുസ്തകം. ഇത് ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്ന് ഓർക്കണം. പഠിക്കാൻ വിടേണ്ട സമയത്ത് പിള്ളേരെ പഠിക്കാൻ വിട്ടോണം. പിള്ളേരെ സ്റ്റേജ് ഒരു പേട്ട് ചെറുക്കം ഇങ്ങനെ സ്റ്റേജിൽ കയറി കൊടുത്തും കൊണ്ട് തൊണ്ടയ്ക്കകത്ത് മാക്രി വെച്ച പോലെ അവൻ്റെ ശബ്ദം മാറി അങ്ങോട്ട് കൊച്ചി ചെറുക്കനെ ആടി കൊടുക്കേണ്ടതിന് ഒരു അമ്മച്ചിയുടെ തലയിൽ കൈവച്ചിട്ട് ഒടുത്ത പിശാച് ഇതിനെ ഇപ്പം ഞാൻ കത്തിക്കും ചുടുവാ. ഇത് കേട്ടപ്പം പുറകിലിരിക്കുന്ന ഉപദേശമാരെല്ലാം കൂടെ ചാടി ഗ്ലോറി. സജി പാസ സീനിയർ പാസ, ഞാൻ ചോദിക്കുക, പിശാചിനെ കത്തിക്കാൻ ദൈവദാസന്മാർക്ക് അധികാരം തന്നിരിക്കുന്ന ഒറ്റ വാക്യം ഇതിൻ്റെ അകത്തുണ്ടോ? ഉണ്ടോന്ന്? അങ്ങനെയാണ് ഇത്രയും കാലം ഉപദേശിമാർ കത്തിച്ചിട്ടെന്നാ പിന്നെ പ്രസവിച്ച് വരുവാണ്. ഇതിൻ്റെ അകത്തെ അധികാരം എന്താ? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, അധികാരം, നിയോഗം പ്രാപിച്ചവൻ. ആമേൻ. അധികാരത്തോടെ നസറേനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇവനിൽ നിന്ന് പുറപ്പെട്ടു പോകാമെന്ന് കൽപ്പിക്കുവാൻ ദൈവദാസന്മാർക്ക് അധികാരമുണ്ട്. അത് പുറപ്പെട്ടു പോകും. കത്തിക്കാനൊരു ഡേറ്റ് വെച്ചിട്ടുണ്ട്. അതിനാളും വരുന്നുണ്ട്. അവൻ അന്ന് കത്തിച്ചു. അല്ലാതെ ഈ വചനവിരുദ്ധമായ ഈ പേട്ട് കളി പിള്ളേർ കളിക്കുമ്പോൾ ഇവിടെ ചുമ്മാ എന്ത് കേട്ടാലും അങ്ങ് കൈ അടിക്കരുതെന്ന്. ചിലർക്കൊരു ശൈലി വന്നാൽ മതി, പറയുന്നത് എന്തുവാന്നൊന്നും ഇങ്ങനെ കേട്ടാ തിരുവെടുത്ത് എന്താ പറയുന്നതെന്ന് നോക്കിയിട്ട് കേട്ടിട്ട് ആത്മാവിലാകാൻ. അത്രയും പറഞ്ഞാൽ ഭാഗം പെടുന്നു. ബാക്കി ഉപവാസ പ്രാർത്ഥനയ്ക്ക് പറയാം.